കിഫ്ബി എന്ന സംവിധാനം കൊണ്ട് കേരളത്തിൽ പാലും തേനും ഒഴുക്കും എന്ന് പറഞ്ഞ ഇടത് സർക്കാർ ചെയ്തത് എന്താണെന്ന് റോജി എം ജോൺ MLA ഇന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നിയമസഭയിൽ. 20,000 കോടി രൂപ കൊടുത്ത് 18,000 രൂപ തിരിച്ചു വാങ്ങിച്ച ഒരത്ഭുത സിദ്ധി തുറന്നു കാട്ടിയിരിക്കുകയാണ് റോജി MLA. ഇടതുമുന്നണി സർക്കാരിൻ്റെ കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്ന കിഫ്ബി പദ്ധതിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും തുറന്നുകാട്ടിക്കൊണ്ടും പ്രതിപക്ഷം തിരിച്ചടിക്കുകയാണ്. ആ കുഞ്ഞിന്ന് ഡ്രിപ്പ് കൊടുത്ത് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയാണെന്നാണ് റോജി എം ജോൺ പറഞ്ഞിരിക്കുന്നത്. കിഫ്ബി ജനങ്ങളുടെ ബാധ്യത ആകുന്നുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി MLA പറയുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ 10,000 കോടിയുടെ പദ്ധതി മാത്രമാണ് നടപ്പിലാക്കിയത്. ഇതുവരെ പൂർത്തിയായത് 18,000 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ്. 1,00,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് പോലും വെറും 18,000 കോടിയുടെ പദ്ധതി മാത്രം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞതിനെ പെരുപ്പിച്ചു കാണിക്കുന്നത് എന്ന സത്യം റോജി സഭയിൽ കെട്ടഴിച്ചു വിട്ടു. ഒച്ചിഴയുന്ന വേഗത്തിലാണ് കിഫ്ബി വഴിയുള്ള വികസനം. കിഫ്ബി റോഡുകളിലൂടെ ഇനി ടോളുകളും സംസ്ഥാനത്ത് വരുമെന്നാണ് വിവരം. കേരളത്തിലെ ഒരു പാലത്തിനും റോഡിനും ടോൾ ഉണ്ടാകില്ല എന്നായിരുന്നു കിഫ്ബിയുടെ പിതാവ് തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത് എന്നും റോജി പരിഹസിച്ചു. ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. നികുതി വരുമാനമാണ് കിഫ്ബിയിലേക്ക് വകമാറ്റുന്നത്. കേരളത്തിന് കിട്ടേണ്ടുന്ന കേരളത്തിൻ്റെ സ്വന്തം പണം കിഫ്ബിക്ക് കൊടുത്ത് കിഫ്ബിയിൽ നിന്ന് അതിനേക്കാളും കുറച്ച് പണം തിരികെ വാങ്ങുന്ന ഈ ഒരു നടപടിയെയാണ് വിമർശിച്ച് കൊല്ലാക്കൊല ചെയ്തത് റോജി എം ജോൺ. ഇടതുമുന്നണിയിൽ പോലും അഭിപ്രായ ഐക്യമില്ലെന്നും എന്താണ് കിഫ്ബി ടോളിൽ ഇടതു നയമെന്നും റോജി എം ജോൺ ചോദിച്ചപ്പോൾ സർക്കാരിന് സഭയിൽ മറുപടിയൊന്നും ഉണ്ടായില്ല. ഏതായാലും റോജി എം ജോണിന്റെ മുന്നിൽ വീണുപോയ സർക്കാരിനെയാണ് സഭയിൽ കണ്ടത്. സഭ നിർത്തി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ്. റോജി MLA നടത്തിയ സർക്കാർ വധത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീ റോജി എം ജോൺ, കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞത്. സർ, ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. കാരണം സർ, ബജറ്റിന് പുറത്ത് കടമെടുത്ത് സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി രൂപീകരണ വേളയിൽ ഇവിടെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ച ബോറോവിങ്ങിനെ ഉൾപ്പെടെ കിഫ്ബി രൂപീകരണ വേളയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ആശങ്കകളും മുന്നറിയിപ്പുകളും ഒന്നൊന്നായി ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സർ, സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുടെയും കേന്ദ്രമായി കിഫ്ബി മാറുകയും ഇതിന്റെ എല്ലാം പാപഭാരം ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ കിഫ്ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത കിഫ്ബി യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട പൊതുമരാമത്ത് റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളുമാണ് കൂടുതലായിട്ടും കിഫ്ബി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സർക്കാർ, അത് ഏത് സർക്കാരായാലും അതിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന സാധാരണ നിലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെന്റും നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് കൊള്ളപ്പലിശയ്ക്ക് മസാല ബോണ്ട് ഇറക്കി കിഫ്ബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പോൾ യാഥാർത്ഥ്യം. സർ, ഏതൊരു സംസ്ഥാനത്തിനും വായ്പ എടുക്കാനുള്ള വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ട്. വൻകിട പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോടെ ഓഫ് ബജറ്റ് ബോറോയിങ് ആയി നടപ്പിലാക്കാറുണ്ട്. UDFന്റെ കാലത്ത് മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് ഈ രീതിയിലാണെന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കിയ മെട്രോ റെയിൽ പദ്ധതി ഇന്ന് ലാഭത്തിലായിരിക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സർ, കിഫ്ബിയിൽ എന്താണ് സ്ഥിതി? സർക്കാർ നിയമസഭയിൽ നൽകിയ ഉത്തരമനുസരിച്ച് തന്നെ കിഫ്ബിയുടെ മൊത്തം പദ്ധതികളിൽ കേവലം 25% മാത്രമാണ് വരുമാനദായകമായിട്ടുള്ളത്. ശേഷിക്കുന്ന 75% പദ്ധതികളും റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾ അന്ന് കിഫ്ബി അല്ലെങ്കിൽ കിഫ്ബിക്കെതിരായിട്ടോ അല്ലെങ്കിൽ കിഫ്ബി രൂപീകരിക്കാൻ പാടില്ല എന്നോ അല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ ഇപ്പോൾ ശരിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഇതിന്റെ എല്ലാം ബാധ്യത, അന്ന് പറഞ്ഞത് ഇത് പുതിയൊരു എക്കണോമിക് മോഡലാണ്. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഇത് പുതിയ എക്കണോമിക് മോഡലാണ്, ഇത് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരില്ല, ഇതിന്റെ ബാധ്യത സംസ്ഥാനത്ത് ജനങ്ങളുടെ മേലിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേതാണ്ട് ശൂന്യതയിൽ നിന്നും പണം കൊണ്ടുവന്ന്
പിണറായി സർക്കാർ ഇവിടെ മായാജാലം സൃഷ്ടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ക്യാപ്സൂളുകളൊക്കെ ഇടതുപക്ഷ ഗ്രൂപ്പുകളിലൊക്കെ എല്ലായിടത്തും പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ ക്യാപ്സൂളുകളൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇത് മുഴുവനും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ബാധ്യതയായിട്ട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിലെ വാർത്ത വന്നിരിക്കുന്നത്. കെ റെയിലും കെ ഫോണും കെ ഹോമിനും ഒക്കെ ശേഷം ഇപ്പോൾ കേരളത്തില് കെ ടോൾ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. 50 കോടിക്ക് മേലെയുള്ള എല്ലാ റോഡുകൾ പദ്ധതികളിലും ടോൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നാണ് വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചത്. സർ, ഈ റോഡുകൾ പ്രധാനമായും അങ്ങയുടെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അധിക നികുതി ഭാരം അല്ലെങ്കിൽ ഈ ടോളിന്റെ ഭാരം ഈ മലയോര തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടാണോ സർക്കാരും കിഫ്ബിയും പ്ലാൻ ചെയ്യുന്നതെന്ന് അങ്ങ് ദയവ് ചെയ്ത് പറയണം. സർ, ഇവിടെ ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികളും കർഷകരും സർ, ഒരു കാര്യം 2016 സെപ്റ്റംബർ 26 കിഫ്ബി ഭേദഗതി ബില്ല് അവതരിപ്പിച്ച വേളയിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയ്ക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വായിക്കാം. ഏതായാലും ഈ നിയമസഭയിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിലെ ഒരു പാലത്തിനും ഒരു റോഡിനും ഒരു ടോളും ഇതിൽ നിന്നുണ്ടാകില്ല. നിയമസഭയിൽ പറഞ്ഞതല്ലേ, മുഖവിലക്കെടുക്കൂ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാക്കുകളാണിത്. ഈ വാക്കുകൾ അങ്ങയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിഫ്ബിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ വിഴുങ്ങുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. സർ, മറ്റെന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കാനിടയായി. LDF കൺവീനർ ഒന്ന് പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി വേറൊന്ന് പറയുന്നു, മുന്നണിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്ന് കൺവീനർ പറയുന്നു, ആലോചിച്ചിട്ടില്ല എന്ന് സെക്രട്ടറി പറയുന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ചുരുക്കത്തിൽ ഇതിന്റെ എല്ലാം ബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആശങ്കയായിട്ട് ഉന്നയിച്ചതെന്ന് ഞാൻ പറയാം. സർ, ഇത് ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഒച്ചയിഴയുന്ന വേഗത്തിലാണ് കിഫ്ബി പദ്ധതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, 2025 വരെ അനുമതി കൊടുത്തത് 87,000 കോടിയുടെ പദ്ധതികളാണ് എന്ന് 1147 പദ്ധതികളാണ് എന്ന് അങ്ങനെ ഇവിടെ പറയുകയുണ്ടായി. സർ, ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? 2016 മുതൽ 2021, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആകെ നടപ്പിലാക്കിയത് 10,500 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് തുക ചെലവഴിച്ചത്. സർ, അതിനുശേഷം അന്ന് കിഫ്ബി തുടങ്ങിയ വേളയിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ 5 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 5 വർഷം നടത്തിയത് കേവലം 10,000 കോടിയുടെ പദ്ധതികൾ. സർ, കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞ മറുപടി അനുസരിച്ച് തന്നെ നാളിതുവരെയായി കിഫ്ബി പദ്ധതി വഴി കേരളത്തിൽ ചെലവാക്കിയിരിക്കുന്നത് 32,798 കോടി രൂപയാണ്. ഇവിടെ വിജിന് അങ്ങ് നൽകിയ മറുപടിയിൽ നിന്നാണ് ഞാനത് വായിക്കുന്നത്. അതായത് അതിൽ പദ്ധതികൾ പൂർത്തീകരിച്ചത് 11,423 കോടി രൂപയുടെ പദ്ധതി മാത്രം. സർ, 50,000 കോടിയുടെ പദ്ധതി 5 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് 1,00,000 കോടിയുടെ പദ്ധതി 10 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇതുവരെ പൂർത്തിയായത് കേവലം 18,000 കോടിയുടെ പദ്ധതി മാത്രമാണ്. എന്ന് വെച്ചാൽ 20% താഴെ മാത്രമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് 55,000 കോടിയുടെ പദ്ധതികൾക്ക് ഇനി പണം കൊടുക്കാൻ കിടക്കുന്നുണ്ട്. 79,000 കോടിയുടെ പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തില് ഒച്ചെഴിയുന്ന വേഗത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കാണേണ്ട കാര്യം, ഈ പറഞ്ഞ ഈ 32,000 കോടി കൊടുത്തു അല്ലെങ്കിൽ 18,000 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതിന്റെ പണം എവിടുന്ന വരുന്നത്? സാർ, ഇതിന്റെ പണം വരുന്നത് സംസ്ഥാനത്തിന്റെ സഞ്ചിത നികുതിയിൽ നിന്ന് തന്നെയാണ്. അതാണ് ഇവിടെ ഞങ്ങളുടെ പ്രശ്നം. സാർ, മോട്ടോർ വാഹന നികുതി ഇനത്തിലും അതുപോലെ തന്നെ പെട്രോളിയം സെസ് ഇനത്തിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട തുക അത് പ്ലാനിൽ ഉൾപ്പെടുത്തി ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കപ്പെടേണ്ടുന്ന തുക, ആ തുക നിങ്ങൾ കിഫ്ബിയിലേക്ക് വകമാറ്റുകയാണ്. എന്നിട്ട് പറയുന്നു കിഫ്ബിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അതായത് നേരെ പിടിക്കേണ്ട മൂക്കിൽ വളഞ്ഞ മൂക്കിൽ പിടിച്ചുവെച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ല, ഇതെല്ലാം കിഫ്ബി എവിടെ നിന്നോ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവന്ന് കിഫ്ബി നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്. സാർ, ഞാൻ കണക്കുകൾ ഓരോ വർഷവും മോട്ടോർ വാഹന നികുതി ഇനത്തിലും അതുപോലെ തന്നെ പെട്രോൾ സെസ് ഇനത്തിലും സംസ്ഥാന ഖജനാവിൽ നിന്നും കിഫ്ബിക്ക് കൊടുത്ത കണക്ക് എന്റെ കയ്യിലുണ്ട്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ മാത്രമായിട്ട് ഞാൻ ഓരോ വർഷം തിരിച്ചു വായിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. അതായത് ഇത് രണ്ടും കൂടെ കൂടി ഈ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്നും 20,000-ഓളം കോടി രൂപയാണ് കിഫ്ബിക്ക് കൈമാറിയിരിക്കുന്നത്. സർ, സംസ്ഥാനത്തിന്റെ പ്ലാനിൽ വരേണ്ട, സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ട 20,000 കോടി രൂപ
കിഫ്ബിക്ക് 10 വർഷം കൊണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ് 18,000 കോടിയുടെ പദ്ധതി കിഫ്ബി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്ത് ഓൾട്ടർനേറ്റ് എക്കണോമിക് മോഡലാണ് സർ? നിങ്ങൾ ഇതാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം. നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും സംസ്ഥാനത്തിന് ബാധ്യതയില്ലാതെ ഈ പണം കൊണ്ടുവന്ന് പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ആർക്കാ കുഴപ്പം, ആർക്കാ തടസ്സം? ഇവിടെ നടക്കുന്നത് നമ്മുടെ ഖജനാവിൽ ഉണ്ടാവേണ്ട, നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവേണ്ട പണം തന്നെയാണ് കിഫ്ബിക്ക് കൊടുത്ത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താ കാണുന്നത്? എല്ലാ പദ്ധതികളെ അഴിഞ്ഞു നീങ്ങിയാണ്. ഇപ്പൊ എന്താ സാധ്യത, എന്താ നടക്കുന്നത്? അങ്കമാലി ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കാൻ പണമില്ല. ഇവിടെ ഗിഫ്റ്റ് സിറ്റി, ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇരിക്കുന്നു, ഗ്ലോബൽ സിറ്റി പണമെടുക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചു, 1 രൂപ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ എല്ലാ പദ്ധതികളും ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിൽ കിഫ്ബി അങ്ങ് പ്രഖ്യാപിച്ചല്ലോ, പണം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പണം മാറ്റിവെച്ചത് എവിടെയാണെന്നുള്ളത് ഞങ്ങളോടൊന്ന് പറയണം. പണം മാറ്റിയിരിക്കുകയാണ്. ഒരെണ്ണത്തിന് പോലും ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ, എത്രയധികം പദ്ധതികളാണ് ഈ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുടങ്ങിക്കിടക്കുന്നത്. 10 വർഷം 2016-ലും 2017-ലും 2018-ലും ഒക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾ അവിടെ തന്നെ നിൽക്കുകയാണ്, മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത് സർ? ഇവിടെ നിങ്ങൾ ഇതിനെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് പ്ലാനിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഭരണഘടനാപരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സഞ്ചിത നികുതിയിൽ നിന്നും ഈ നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കിഫ്ബിക്ക് കൊടുത്തു. ഞാൻ വേറൊന്നും പറയുന്നില്ല സർ. ഇവിടെ പ്ലാനിൽ നമ്മൾ എന്താ കാണേണ്ടത്? യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 2011 മുതൽ 2016 വരെ 5 വർഷം കൊണ്ട് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇരട്ടിയായി വർദ്ധിച്ചു. ഏതാണ്ട് 10,000 കോടി രൂപ 2011 ഉണ്ടായിരുന്നത് 2016 ആയപ്പോഴേക്കും 20,000 കോടി രൂപയെ വർദ്ധിച്ചു. ഇവിടെ ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ എന്താ നടക്കുന്നത്? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിന്റെ പ്ലാൻ സൈസ് അല്ലെങ്കിൽ പ്ലാൻ സൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് 0 ആണ്. 2021-22 27,887 കോടി, 2022-23 30,000 കോടി രൂപ പ്ലാൻ സൈസ്, 23-ലും അത് 30,000 കോടി, 24-ലും അത് 30,000 കോടി. എന്നിട്ട് അതായത് 1 രൂപ പോലും പ്ലാനിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് എന്താ മറുവശത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറുവശത്ത് നിങ്ങൾ ചെയ്യുന്നത് പ്ലാൻ മുഴുവൻ വെട്ടിച്ചുരുക്കാണ്. 50% പ്ലാൻ വെട്ടിച്ചുരുക്കിയിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മുൻ വർഷത്തെ 30,370 കോടി രൂപയിൽ നിന്നും 32,500 കോടി രൂപയായി ഈ വർഷത്തെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നുവെന്ന്. സർ, കഴിഞ്ഞ വർഷത്തെ 30,370 കോടി രൂപയിൽ 50% വെട്ടിക്കുറച്ചതിന് ശേഷം അങ്ങ് വീണ്ടും വന്ന് നിയമസഭയിൽ പറയുകയാണ് കഴിഞ്ഞ വർഷത്തെ തുകയിൽ നിന്നും 2,500 കോടി രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്ലാനിനെ നിങ്ങൾ ഞെക്കിക്കൊന്നു. സർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതായിട്ടുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കാം സർ, 2 മിനിറ്റിലാണ് അവസാനിപ്പിക്കും. സർ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. 30,000 കോടി രൂപ കിഫ്ബി വഴി ചെലവഴിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അതിൽ നിന്നും എത്ര രൂപയാണ് സാർ ചെലവാക്കിയിരിക്കുന്നത്? അതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നത് അങ്ങ് തന്നെ നന്ദിക്ക് മറുപടി അനുസരിച്ച് കേവലം 81 കോടി രൂപ. സർ, ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാണ് സാർ ചെയ്തത്? കിഫ്ബി 30,000 കോടി രൂപ 10 വർഷം കൊണ്ട് ചെലവാക്കുമ്പോൾ അതിൽ നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പരിഗണന അർഹിക്കപ്പെടേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് കേവലം 81 കോടി രൂപ. അത് മാത്രമല്ല പ്ലാനില് സർ പദ്ധതിയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന തുകയിൽ 50% വെട്ടിക്കുറച്ചു. സർ, ഇത്രയധികമായിട്ട് പ്ലാനിലായാലും കിഫ്ബിയിലായാലും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവഗണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. ഞാൻ വേറൊന്നും പറയുന്നില്ല, ഞാൻ സബ്ജക്റ്റിൽ മാത്രമാണ് സംസാരിക്കുന്നത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, ഇവിടെ കിഫ്ബിയുടെ ദൂരത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കിഫ്ബിയുടെ അവിടുത്തെ സിഇഒയുടെയും ജീവനക്കാരുടെ ശമ്പളത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സർ, ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കിഫ്ബി ജീവനക്കാരുടെയും സിഇഒയുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിന് ആനുപാതികമായിട്ടെങ്കിലും നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഒന്ന് പരിഷ്കരിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണമെന്നാണ് പറയുന്നത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, 2016 അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ അവസാനിപ്പിക്കാം. സർ, അങ്ങ് പറഞ്ഞല്ലോ പ്രതിപക്ഷം ഇതിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന്. സർ, 2016 കിഫ്ബി ഭേദഗതി ചർച്ച വന്നപ്പോൾ അന്ന് ബഹുമാനായ ശ്രീ VD സതീശൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങ് എങ്ങനെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം FRBM ആക്ട് ഇതിനെ അട്രാക്ട് ചെയ്യും. കാരണം ഫൈനലായി ഗവൺമെന്റിന്റെ ബർഡനാണ് വർദ്ധിക്കുന്നത്. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഫൈനലായി കൂടുകയാണ്. കാരണം ഗവൺമെന്റ് ഹാസ് ടു പേ ദ മണി. സർ, അന്ന് ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ്? അൾട്ടിമേറ്റ്ലി ദ ഗവൺമെന്റ് ഹാസ് ടു പേ ദ മണി എന്ന കാര്യം ഇവിടെ യാഥാർത്ഥ്യമായി വരികയാണ്. നിങ്ങൾ കൊള്ളപ്പലിശയ്ക്ക് പണമെടുക്കുന്നു, അതിനേക്കാൾ വലിയ പലിശയ്ക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു. സർ, ഇതിനെല്ലാം പ്ലാൻ കട്ട് ചെയ്യുന്നു.
പ്ലാൻ കട്ട് ചെയ്ത് അത് കിഫ്ബിയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം കിഫ്ബി നടപ്പിലാക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ എന്നിട്ട് പട്ടികജാതി വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ അവഗണിച്ചു കളയുന്നു. എന്നിട്ട് ഇതിന്റെ എല്ലാം ബാധ്യത ഈ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ ടോളിന്റെ രൂപത്തിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ എക്കണോമിക് മോഡൽ ഒരു പരാജയപ്പെട്ട മോഡലാണ്. കിഫ്ബി പദ്ധതികൾ എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ പോരായ്മകൾ ഇനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ചയോടെ നടത്തിയിരിക്കുകയാണ്.